ഇയാളെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് ഗ്രീഷ്മ, എൻ്റെ ഒരു പഴയ സ്റ്റുഡന്റ് പത്മാവതിയുടെ മോളാ. പത്മാവതി എവിടാ കുട്ടിയുടെ വീട്? ഒറ്റപ്പാലത്ത്. അങ്കിൾ ആരെന്ന് ഞാൻ പറയട്ടെ. മുകുന്ദേട്ടൻ എന്ന മാഷിന്റെ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതെങ്ങനെ അറിയാം? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അറിയാം ഗ്രീഷ്മയ്ക്ക്. എല്ലാം എല്ലാവർക്കും പതുക്കെ മനസ്സിലായിക്കോളും. എനിക്കിത്തിരി തിരക്കുണ്ട് മൂന്നനങ്കൾ. സോറി, ഒരല്പ കത്തിവെക്കാൻ സമയമില്ല എന്നിട്ടാ. ഞാനിന്ന് നാട്ടിൽ വരെ പോവാ. വന്നിട്ട് വിശദമായിട്ട് പരിചയപ്പെടാം. ഈ ഗ്രീഷ്മയെ പറ്റി പറഞ്ഞാൽ മൂന്നേട്ടാ, 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 മൂന്നേട്ടാ. എന്തിനാ ചേച്ചി ഡ്രസ്സ് എല്ലാം കൊണ്ടുപോന്നെ? കുറച്ച് ദിവസമല്ലേ വീട്ടിൽ നിൽക്കൂ, അതിനുള്ളത് മാത്രം കൊണ്ടുപോയാൽ പോരെ? വരുമ്പോ ഇതെല്ലാം തിരികെ കൊണ്ടുവരാലോ. എന്താ, ഞങ്ങളെ പറ്റിക്കാൻ വല്ല പരിപാടി ഉണ്ടോ? എന്തിന്? അല്ല, എനിക്കൊരു സംശയം. ഈ പോകുന്ന വഴി അങ്ങ് മുങ്ങിയാലോന്ന്. എന്താ ദേവു, ഞാനങ്ങനെ ചെയ്യോ? എങ്കിൽ കൃത്യമായിട്ട് പറ, എത്ര ദിവസം കഴിഞ്ഞു വരും? അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കുറച്ച് ദിവസം ചെന്നിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒറ്റയ്ക്കായി എന്നർത്ഥം. ഞാൻ വരുന്നതിന് മുമ്പും ദേവു ഒറ്റയ്ക്കായിരുന്നല്ലോ. അതെ, മുമ്പ് കല്യാണ ചേച്ചി പോയപ്പോഴാ ഞാൻ ഒറ്റയ്ക്കായത്. ഇപ്പൊ അതേപോലൊരു ഫീലിംഗ്. ഡോണ്ട് ബി സില്ലി. ഒറ്റയ്ക്കിരിക്കുന്ന സമയം കൊണ്ട് ഒരു ഉഗ്രൻ നോവൽ അങ്ങ് കാച്ച്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി. കുറച്ചായിട്ട് എന്റെ ശല്യം കൊണ്ടാവും പേന തൊടുന്നില്ലല്ലോ സാറ്. അതൊന്നും അല്ല ചേച്ചി, ഇപ്പൊ എഴുതാൻ തോന്നുന്നില്ല. മുമ്പിലിരിക്കുന്ന വെള്ളക്കടലാസ് പോലെ തന്നെ ശൂന്യം എന്റെ മനസ്സ്. വാക്കുകൾ പേനത്തുമ്പിൽ അറച്ചു നിൽക്കുന്നു. ചിലപ്പോഴൊക്കെ സ്വയം നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നൽ. ഹായ്,
ഇപ്പൊ ഈ പറഞ്ഞു തന്നെ എഴുതിയ നല്ല ഒന്നാം തരം ഒരു കവിതയായല്ലോ. മുമ്പിൽ വെള്ളക്കടലാസ് പോലെ ശൂന്യമായ മനസ്സ്, പേനത്തുമ്പിൽ അറച്ചു നിൽക്കുന്ന വാക്കുകൾ, സ്വയം നഷ്ടപ്പെടുന്ന ചിന്തകൾ. ഒരു അവാർഡൊക്കെ വാങ്ങിയെടുക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം. വെറുതെ വേണ്ടാത്തൊന്നും ചിന്തിച്ചു കൂട്ടാതെ എന്റെ പൊന്നുമോള് സിവിൽ സർവീസ് എക്സാമിനുള്ളത് പഠിക്ക്. വരുമ്പോ ഞാൻ ചോദ്യം ചോദിക്കുവേ. ഓ ഞാൻ ഇറങ്ങുക. ഒന്നും കണ്ടില്ലാന്നും കേട്ടില്ലാന്നും നടിക്കാൻ മാഷിന്റെ അത്ര കഴിവ് വേറെ ആർക്കും ഇല്ലാന്നറിയാം. എങ്കിലും ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് പോവാന്ന് കരുതി. ഒന്നും അവസാനിപ്പിച്ചു പോവല്ല. തിരിച്ചു വരും ഞാൻ. ജീവനോടെ ഉണ്ടെങ്കിൽ ഗ്രീഷ്മ തിരിച്ചു വന്നിരിക്കും. രാവിലെ മുതൽ പ്രതീക്ഷിക്കുക. വൈകുന്നത് കണ്ടപ്പോ വിചാരിച്ചു ഇന്നിനി വരില്ലാന്ന്. അങ്ങ് ദൂരെ ഇതുവരെ എത്തണ്ടേ കുഞ്ഞമ്മേ? ഇറങ്ങിയപ്പോ വൈകി. എന്താ മോളെ, നിന്റെ ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ കുറച്ച് ദിവസമായിട്ട്. അറിയിക്കാനുള്ള വിവരങ്ങളൊന്നും ഉണ്ടായില്ല കുഞ്ഞമ്മേ, പ്രതീക്ഷിച്ച പോലെ. അപ്പൊ കണ്ടില്ലേ? കണ്ടു, സംസാരിച്ചു. എന്നെക്കാളും നിന്റെ അമ്മയ്ക്കായിരുന്നു വിവരങ്ങളൊന്നും അറിയാത്തതിലുള്ള വിഷമം. പാവത്തിന് മിണ്ടാൻ പറ്റില്ലല്ലോ. ആ മുഖത്ത് നോക്കിയാൽ എനിക്കറിയാം ഉള്ളിലുള്ളത്. അമ്മയ്ക്ക് സുഖം അല്ലാതെത്താ ഞാൻ പറയുക. ഇടയ്ക്കിടയ്ക്ക് കണ്ണു നിറഞ്ഞൊഴുകുന്നത് കാണാം. മനസ്സിലുള്ളത് തുറന്നു പറയാതിന് കഴിയില്ലല്ലോ. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എന്നെക്കാളും നിന്റെ അമ്മയ്ക്കായിരുന്നു വിവരങ്ങളൊന്നും അറിയാത്തതിലുള്ള വിഷമം. പാവത്തിന് മിണ്ടാൻ പറ്റില്ലല്ലോ. ആ മുഖത്ത് നോക്കിയാൽ എനിക്കറിയാം ഉള്ളിലുള്ളത്. അമ്മയ്ക്ക് സുഖം അല്ലാതെത്താ ഞാൻ പറയുക. ഇടയ്ക്കിടയ്ക്ക് കണ്ണു നിറഞ്ഞൊഴുകുന്നത് കാണാം. മനസ്സിലുള്ളത് തുറന്നു പറയാതിന് കഴിയില്ലല്ലോ. കുഞ്ഞമ്മ എനിക്കൊരു ചായ ഇട്ടതാ. ഒരു കുഞ്ഞമ്മ സ്പെഷ്യൽ കട്ടൻ ചായ. ദാ ഇപ്പൊ തരാം. അപ്പോഴേക്കും ഞാൻ അമ്മയൊന്ന് കാണട്ടെ. കാത്തിരുന്ന് മുഷിഞ്ഞോ? അതിൽ ഞാൻ ഒരുപാട് വൈകിയൊന്നുമില്ലല്ലോ. എനിക്കറിയാമായിരുന്നു ഒരാള് ഇവിടെ ഇങ്ങനെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിപ്പുണ്ടെന്ന്. അച്ഛനെ ഞാൻ കണ്ടു, സംസാരിച്ചു. പക്ഷേ ഒന്നും അംഗീകരിച്ചില്ല. പറയുന്നതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരാളെ അറിയ പോലും ഇല്ലാന്ന്. എങ്ങനെ
അറിയും. മാന്യനായ ഒരു കോളേജ് അധ്യാപകൻ, സത്യസന്ധനായ ഭർത്താവ്, സൽഗുണസമ്പന്നനും സ്നേഹനിധിയുമായ അച്ഛൻ. എങ്ങനെ അയാൾ അംഗീകരിക്കും വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയുമായി ഉണ്ടായ അവിഹിതത്തിൽ പിറന്ന തന്റെ കുഞ്ഞിനെ? തകർന്നു വീഴില്ലേ അയാൾ ഇത്രയും നാളും കെട്ടിപ്പൊക്കിയ മാന്യതയുടെ ചില്ലുകൊട്ടാരം? അയാൾ അംഗീകരിപ്പിക്കും. എന്നിട്ട് ഇവിടെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവരും ഞാൻ അയാളെ. ഇതുപോലെ അന്ന് അയാളും കരയും. മനസ്സ് നേരെ കരയും അയാള്. കരയിപ്പിക്കും ഞാൻ അയാളെ. ഇനിയും പോണം എനിക്കവിടെ. അയാള് എന്റെ അച്ഛനാണെന്ന് അംഗീകരിക്കും വരെ ഞാൻ അവിടെ ഉണ്ടാവും. വിശേഷങ്ങളെല്ലാം പറഞ്ഞോ? ദാ, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറായിരുന്നില്ലേ? കുറച്ച് കഴിയട്ടെ. എന്തേ ഒരു വല്ലായ്മ പോലെ? ഏയ്, യാത്ര കഴിഞ്ഞു വന്നതല്ലേ, അതിൻ്റെ ആവും. ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞല്ലേ പോകൂ. അവിടെ എങ്ങനെയാ സൗകര്യങ്ങളൊക്കെ? പ്രതീക്ഷിച്ചതിൽ ഒരുപാട് കൂടുതലാ. സത്യം പറഞ്ഞാ അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല കുഞ്ഞമ്മേ. അപ്പോ നല്ല നിലയിലൊക്കെ കഴിയുന്നവരല്ലേ? അച്ഛനോട് സംസാരിച്ചിട്ട് എന്തു പറഞ്ഞു? പ്രയോജനം ഉണ്ടായില്ല. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന്. കള്ളം. ഒരു മാറ്റമില്ലേ അയാളുടെ മനസ്സിനിപ്പോഴും? മാറും, മാറ്റിയെടുക്കും ഞാൻ ആ മനസ്സ്. അമ്മയോട് പറഞ്ഞില്ലേ? പറഞ്ഞു. കരഞ്ഞു കാണുമല്ലേ? 2-3 ദിവസമായിട്ടിപ്പോ കരച്ചില് തന്നെയാ. കുറച്ചുനാൾ അടുത്തുണ്ടായിട്ട് പെട്ടെന്ന് മോളിങ്ങനെ മാറിയുന്നതുണ്ടാവും. പിന്നെ എപ്പോഴും മനസ്സിലുണ്ടല്ലോ സഹായിക്കാൻ ആരുമില്ലാതെ മോള് തന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാര്യം. ആര് പറഞ്ഞു സഹായിക്കാൻ ആരുമില്ലാന്ന്? കുഞ്ഞമ്മയില്ലേ? ഞാൻ എന്ത് സഹായം ചെയ്യുന്നേ? അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നു, ഇവിടെയുള്ള വീട്ടുപണികൾ ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. അത് മാത്രല്ലല്ലോ, എന്റെ തെറ്റുകൾ തിരുത്താനും എനിക്ക് നേർവഴി പറഞ്ഞു തരാനും ഒക്കെ വേറെ ആരാ ഉള്ളത്? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ആര് പറഞ്ഞു സഹായിക്കാൻ ആരുമില്ലാന്ന്? കുഞ്ഞമ്മയില്ലേ? ഞാൻ എന്ത് സഹായം ചെയ്യുന്നേ? അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നു, ഇവിടെയുള്ള വീട്ടുപണികൾ ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. അത് മാത്രല്ലല്ലോ, എന്റെ തെറ്റുകൾ തിരുത്താനും എനിക്ക് നേർവഴി പറഞ്ഞു തരാനും ഒക്കെ വേറെ ആരാ ഉള്ളത്? ചേച്ചി പ്രസവിച്ചതാണെങ്കിലും നീ എന്റെ കൈ കടന്നാ വളർന്നത്. അച്ഛനില്ലാത്തൊരു കുഞ്ഞിന് ജന്മം നൽകിയതിന് മോളുടെ അമ്മ വീട്ടുകാരും നാട്ടുകാരും പടിതള്ളിയപ്പോ അമ്മ ഓടി വന്നത് എന്റെ അരികിലേക്കാ. അന്ന് തൊട്ട് ഇന്ന് വരെ നീ എനിക്ക് എന്റെ മോളാ. മരിച്ചുപോയ എന്റെ ഹേമ മോളുടെ സ്ഥാനവും നിനക്ക്. ഇനി കരച്ചിൽ തുടങ്ങല്ലേ, നിർത്തിക്കേ. ആ, വർക്കിച്ചേട്ടൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. കുറച്ച് ഉച്ചത്തിലൊക്കെ സംസാരിച്ചിട്ടാ പോയത്. സ്കോളർഷിപ്പ് കിട്ടിയത് കഴിഞ്ഞ മാസം ഫീസ് അടയ്ക്കാനേ തികഞ്ഞുള്ളൂ. നോക്കട്ടെ, അടുത്ത മാസം കുറച്ച് മിച്ചം പിടിച്ച് വർക്കിച്ചേട്ടന്റെ കടം കുറച്ചെങ്കിലും തീർക്കാം. അടുത്ത മാസം മോക്ക് സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ തരാന്നാ ഞാനും പറഞ്ഞിരിക്കുന്നത്. മോക്ക് പെട്ടെന്നൊരു ജോലി കിട്ടിയ ഈ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് തീർന്നേനെ. അല്ലാതെ ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാ?
മോളെന്താ ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല അച്ഛാ. വെറുതെയാ മാഷേ. ഗ്രീഷ്മ കൂടെ പോയ പിന്നെ എങ്ങനെ? അതിനിങ്ങനെ ആരോടും മിണ്ടാണ്ടിരുന്നിട്ടെന്താ? അതല്ല അച്ഛാ, ഗ്രീഷ്മ ചേച്ചി പോയതോടെ എന്തോ ഒരു ശൂന്യത പോലെ. അത് നേരെ. ആ കുട്ടി ഉണ്ടായിരുന്നപ്പോ ഒരൊച്ചയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തോ ആളൊഴിഞ്ഞ വീട് പോലെ. നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നുമല്ലോ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയതെന്ന്. അങ്ങനെ തന്നെയാ തോന്നുന്നത്. കുറച്ചു ദിവസേ കൂടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും വല്ലാത്തൊരടുപ്പം. ഇതിനു മുൻപ് കല്യാണി ചേച്ചിയോട് മാത്രമേ എനിക്ക് ഇങ്ങനെ ഒരു അടുപ്പം തോന്നിയിട്ടുള്ളൂ. ശരിയാ, എനിക്കും. എവിടുന്നോ വന്നൊരു കുട്ടി കുറച്ചുനാൾ അതിവിടെ താമസിക്കുന്നു, പോകുന്നു. അതിൽ കൂടുതലൊരു അടുപ്പം തോന്നണ്ട. ഇപ്പൊ കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് ഒന്ന് മാറി നിന്നപ്പോ എങ്ങനെയെങ്കിൽ ഇവിടം വിട്ടങ്ങ് പോകേണ്ട സമയം വരുമ്പോ എന്തു തോന്നും? എന്നായാലും അവൾക്ക് ഇവിടുന്ന് പോയല്ലേ പറ്റൂ. എന്നാലും എങ്ങനെയാ മാഷേ അതിനെ ഒരു അന്യായിട്ട് കാണാൻ കഴിയാ? അങ്ങനെ കാണുന്ന ആര് പറഞ്ഞു? ഒരാത്മബന്ധത്തിന്റെയും കാര്യമില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അച്ഛനെന്താ ഗ്രീഷ്മ ചേച്ചി ഇഷ്ടമായില്ലേ? ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അച്ഛന് ഗ്രീഷ്മ ചേച്ചിയോട് ഒരു അകൽച്ചയുണ്ട്, മാനസികമായിട്ട്. അകൽച്ചയല്ല മോളെ, എപ്പോഴോ വന്ന് എപ്പോഴോ പോകുന്നവരോട് തോന്നാവുന്ന ചെറിയൊരടുപ്പം മാത്രം. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അടുക്കും, അകലും, സ്നേഹിക്കും, വഴക്കിടും. അങ്ങനെയല്ലേ മനുഷ്യബന്ധങ്ങൾ? ലൈഫ് ഈസ് ഫുൾ ഓഫ് മീറ്റിംഗ്സ് ആൻഡ് പാർട്ടിങ്സ്. ടാഗോർ പറഞ്ഞതാ. കണ്ടുമുട്ടുന്നവരകന്നു പോകും. അങ്ങനെ ഒരിക്കൽ ഈ കുട്ടി അങ്ങ് പോകും. അന്ന് നിങ്ങൾക്ക് വേദന തോന്നാതിരിക്കാനാ ഇന്ന് ഞാനിത് പറയുന്നത്. എവിടെ നിന്നോ വന്നു കയറുന്ന ഒരാളോട് ഇത്രയ്ക്ക് അടുപ്പം വേണ്ട. മാഷ് കഞ്ഞി മുഴുവൻ കുടിച്ചില്ല. മതി. പക്ഷേ എനിക്ക് കല്യാണി ചേച്ചിയെ പോലൊരു ചേച്ചി, അങ്ങനെ ഗ്രീഷ്മ ചേച്ചി എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എന്ന് വെച്ച് അവളൊരിക്കലും കല്യാണി ആവില്ലല്ലോ. ഓ